ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്കുണ്ടായിരിക്കട്ടെ. ഈശോ ഇന്നത്തെ ജീവിതത്തിൽ നിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതം സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ദൈവരാജ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുക. ഇനി ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു റിയാലിറ്റി ഉണ്ട്. അത് ഈശോയുടെ രണ്ടാമത്തെ ആഗമനമാണ്. അവിടെയാണ് നമ്മുടെ വിധി വരിക. ഈശോയുടെ ഈ രണ്ടാമത്തെ ആഗമനം അത് നമുക്കറിയാം. എങ്ങനെയെന്ന് ആർക്കും അറിയത്തില്ല. ഒരിക്കൽ കുറച്ച് ഫരീസേയർ ഈശോയുടെ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാമത്തെ അധ്യായം 20-ാം തിരുവചനം. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരീസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. ഫരിസേയരുടെ ചോദ്യത്തിന് ഈശോ കൊടുത്ത മറുപടിയാണ്, പ്രത്യക്ഷത്തിൽ പ്രകടമായിട്ട് കാണാവുന്ന ഒരു അടയാളവുമില്ല. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈശോയുടെ വരവിനെക്കുറിച്ച് യാതൊരുവിധ അടയാളങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ നീ എപ്പോഴും ഒരുക്കമുള്ള വ്യക്തിയായിരിക്കണം. പല പ്രതിഭാസങ്ങളും നിനക്കുള്ളിലുണ്ടാകാം, നിനക്ക് ചുറ്റുപാടും ഉണ്ടാകാം, നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ വേറെ വേറെ ആയിരിക്കും. പക്ഷേ നീ ഒരുങ്ങി ജീവിക്കണം. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിൻ്റെ ദൈവിക രാജ്യത്തിൽ എത്തിച്ചേരണമെന്നുള്ള ബോധ്യത്തോടു കൂടി ആത്മാർത്ഥമായി ഒരുങ്ങി ജീവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലും ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യ